ഓം നമ ശിവായ. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. 2025 എന്ന വർഷത്തിൽ പ്രധാനപ്പെട്ട ധാരാളം ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രധാന ഗ്രഹങ്ങളായ ശനിയും വ്യാഴവും രാശി മാറുന്നുണ്ട്. നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും രാശി മാറുന്നുണ്ട്. ഇവിടെ ഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണെന്നും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഗ്രഹമാറ്റങ്ങളൊക്കെ അതും മറ്റ് ഗ്രഹങ്ങളുമായിട്ട് യോഗവും ദൃഷ്ടിയും പരസ്പര ബന്ധങ്ങൾ പലതും ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിലും മറ്റ് ജീവജാലങ്ങളുടെ സസ്യലതാദികളുടെയും ജന്തുക്കളുടെയൊക്കെ സ്വഭാവത്തിലും ജീവിതത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2025. അതുപോലെ തന്നെ പ്രകൃതിയിലും ഈ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രകൃതിയിലെ കാലാവസ്ഥ, വെയിൽ, മഴ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ, അതുപോലെ കൃഷിയുടെ വിളവ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഈ മാറ്റങ്ങൾ, ഗ്രഹമാറ്റങ്ങൾ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ ആ കാലാവസ്ഥാ മാറ്റത്തെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് സ്ഥാനം മാറുകയാണ്. ഇപ്പോൾ കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അവിടുന്ന് മീനൻ രാശിയിലേക്ക് സ്ഥാനം മാറും. മീനൻ രാശിയിൽ ഉച്ച രാശി പ്രാപിച്ചു നിൽക്കുന്ന ശുക്രൻ അവിടെയുണ്ട്. ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനൻ രാശി. അപ്പോൾ മീനൻ രാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന ശുക്രനോടൊപ്പം ശനി കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഗുണഫലങ്ങൾ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസരം നന്നായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നല്ലൊരു അടിസ്ഥാനം ഉണ്ടാക്കാനായിട്ട് അത് സഹായിക്കും. അവർക്ക് ദൈവാനുഗ്രഹം കിട്ടും. അവർക്ക് ആപത്തുകൾ ഒഴിഞ്ഞുള്ള ഒരു കാലമാണ്. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒഴിഞ്ഞു നിൽക്കുകയും സാമാന്യമായ അനുകൂല സാഹചര്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയും ശുക്രനുമായിട്ട് സംഗമിക്കുന്ന മാർച്ച് 27 മുതലുള്ള ദിവസങ്ങൾ. അപ്പോൾ ശുക്രന് വളരെ ദീർഘകാലം ഉച്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ വർഷം ഉള്ളത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. സാധാരണഗതിയിലെ ഒരു 27-28 ദിവസങ്ങൾ മാത്രമാണ് ശുക്രൻ ഒരു രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഏതാണ്ട് മാസങ്ങളോളം, മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് ശുക്രൻ മീനം രാശിയിലൂടെ നടത്തുന്നത്. ഇതിനിടയ്ക്ക് ഒരു വക്രം വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് ശനിയും ശുക്രനുമായിട്ട് യോഗം ചെയ്ത് കുറേ കാലങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ ഇതോടൊപ്പം പറയുന്ന നക്ഷത്രക്കാർക്ക് വലിയ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. കടബാധ്യത നല്ലൊരു അളവ് വരെ പരിഹരിക്കാൻ സാധിക്കും. വിവിധ മാർഗങ്ങളിൽ കൂടി അവർക്ക് ധനം ലഭിക്കും. അപ്പോൾ അതിനെ അനുകൂലമാക്കി മാറ്റണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രക്കാരെന്ന് പറയുന്നത് കാർത്തിക, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച ഇടവക്കൂറുകാരുടെ അനുഭവങ്ങളാണ്. അപ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് ഈ ശനി ശുക്ര യോഗം സംഭവിക്കുന്നത്. അപ്പോൾ ശനിക്കും അനുകൂലമായ ഭാവമാണ് 11ാം ഭാവം. അതുപോലെ ശുക്രനും അനുകൂലമായ ഭാവമാണ് 11ാം ഭാവം. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും 11ൽ വരുന്ന, ലാഭത്തിൻ്റെ ഭാവത്തിൽ വരുന്ന സമയത്ത് കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. അവർക്ക് ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നുമെല്ലാം നല്ല വരുമാനം ഉണ്ടാകും. ജോലിയിൽ ശമ്പള വർധനവിനോ പ്രമോഷനൊക്കെ സാധ്യതയുണ്ട്. പുതിയ വരുമാന സ്രോതസ്സുകൾ അവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്കുള്ള സ്ഥലം മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഫലദീപികയിൽ ഈ പറയുന്ന അനുഭവങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. ശുക്രനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, അഖില വിഷയഭോഗം വിത്തസിത്യം വിഭൂതിയും എന്നുള്ള ആ ശ്ലോകം വെച്ചുകൊണ്ട് ഒരു ഭയവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് 11ൽ ശുക്രൻ വരുന്ന കാലഘട്ടം. അതുപോലെ ശുക്രൻ ഉച്ചത്തിലും കൂടെയാണ്. ആ 11ൽ നിൽക്കുന്ന ശുക്രൻ ഉച്ചത്തിലും കൂടെ ആയതുകൊണ്ട് തന്നെ ഈ ഇടവക്കൂറിൽപ്പെടുന്ന ആളുകൾക്ക് വലിയ ഗുണമാണ് ഉണ്ടാകുന്നത്. ആഗ്രഹപൂർത്തീകരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിത നിലവാരം പൊതുവേ മെച്ചപ്പെടും. പരീക്ഷകളിലും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും എല്ലാം നല്ല വിജയം ലഭിക്കും. അപ്പോൾ ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ സമയത്ത് ഉണ്ട്.
പ്രണയബന്ധങ്ങൾ സഫലമാകും, വിവാഹം വരെ എത്തിച്ചേരാം, ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കപ്പെടാം. അതുപോലെ തന്നെ നേരത്തെ എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്ന് ആ ശത്രുതയൊക്കെ മാറി സൗഹൃദം പ്രതീക്ഷിക്കാം. വാഹനം വാങ്ങാനായിട്ട് സാധ്യതയുണ്ട്. കുറേ കാലമായിട്ട് അകന്നു നിന്ന ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ അടുത്തു വരാനുള്ള സാധ്യതയുണ്ട്. കലാപ്രവർത്തകർക്ക് വളരെ ഗുണകരമാണ് ശുക്രൻ്റെ 11-ലെ ഈ സാഹചര്യം എന്ന് പറയുന്നത്. 11-ൽ ശുക്രൻ നിൽക്കുന്ന ഈ സാഹചര്യം അവർക്ക് ധാരാളം പരിപാടികൾ അവതരിപ്പിക്കാനും പ്രശസ്തിയും ഫെലോഷിപ്പും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാനും വ്യാപാര മേഖലയിൽ പുതിയ പ്രായോഗിക സമീപനങ്ങൾ സ്വീകരിക്കാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നതാണ്. ജനപ്രീതി ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. സമ്മാന ലബ്ധിയുണ്ടാകും. മാനസികമായ ഒരു ശാന്തി എപ്പോഴും ഉണ്ടാകും. അതുപോലെ ശനി 11-ൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ്? ഭാഗ്യവും സുഖവും സന്തോഷവും കിട്ടുന്ന കാലമാണ് ശനി 11-ൽ നിൽക്കുന്ന ലാഭം. അതാണ് ബഹുവിധവ പ്രാപ്തി ഉത്കൃഷ്ടകീർത്തിം എന്നാണ് പറയുന്നത്. സൗഖ്യാൻ ഏകാദശാസ്തിയോ ബഹുവിഭവ പ്രാപ്തിം ഉത്കൃഷ്ടകീർത്തി. നല്ല പ്രശസ്തി കിട്ടുന്ന ഒരു അവസ്ഥയാണ് 11-ൽ ശനി വരുന്ന കാലം. അപ്പോൾ ശനി മീനത്തിൽ നിൽക്കുമ്പം ശനിയുടെ സമനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശനിക്കത് ഇഷ്ടഭാവവുമാണ്. അപ്പോൾ മൂലത്രികോണത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ പോലും ശനി വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ ശനിയും ശുക്രനും അനുകൂലമായിട്ട് വരുന്നത് കൊണ്ട് ബഹുവിഭവ പ്രാപ്തി എന്ന് പറഞ്ഞാൽ പല വഴികളിൽ കൂടെയാണ് വിഭവങ്ങൾ വന്നെത്തുക. ധനം ധാരാളമായിട്ട് വന്നെത്തും. കൃഷി ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. കൃഷി ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നവർക്കാണെങ്കിൽ അതിൽ നിന്ന് ലാഭം കിട്ടും. പ്രവർത്തന മേഖലകളിൽ മെക്കാനിക്കൽ കാര്യങ്ങൾ, എൻജിനീയറിങ് തുടങ്ങിയ കാര്യങ്ങൾ, കെട്ടിട നിർമ്മാണം, സിവിൽ എൻജിനീയറിങ്, മെക്കാനിക്കൽ എൻജിനീയറിങ്, യന്ത്ര നിർമ്മാണം, വാഹനങ്ങളുടെ വ്യാപാരമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഈ ഹെവി വെഹിക്കിൾസൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക്, വലിയ ക്രെയിനുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക്, അതിൻ്റെ ഉടമസ്ഥത ഉള്ളവർക്ക് ഒക്കെ ഗുണകരമായ ഒരു കാലഘട്ടമാണ്. മൈനിങ്, ഖനികൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സ്വർണ്ണ വ്യാപാരം നടത്തുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ശനി 11-ൽ സഞ്ചരിക്കുന്ന കാലം. ഇരുമ്പിൻ്റെ വ്യാപാരം എടുത്തു പറയണം. ശനിയുടെ ലോഹം എന്ന് പറയുന്നത് ഇരുമ്പാണ്. അതുപോലെ തന്നെ ധാന്യങ്ങൾ, എള്ള് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് നല്ല ലാഭമാണ്. അത് പരമ്പരാഗതമായിട്ട് പറയുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ സ്റ്റേറ്റിലെ സാഹചര്യം അനുസരിച്ചാണെങ്കിൽ വ്യാപാരം ചെയ്യുന്നവർക്ക് ലാഭം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കൃത്യത ഉള്ളത് എന്ന് തോന്നുന്നു. കാരണം കൃഷി നമുക്ക് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. എങ്കിലും ജനങ്ങൾക്ക് ഈ ശനി 11-ൽ വരുന്ന, ശനി മീനത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരു പുനർവിചിന്തനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് ആസ്ട്രോളജിയുടെ രാഷ്ട്രീയ ജ്യോതിഷം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതായതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഈ രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ മതിയാക്കുന്ന ഒരു മാനസികാവസ്ഥ, എനിക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കുമെങ്കിലും വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കണം എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം വരും എന്നാണ് രാഷ്ട്രീയ ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പോൾ അത് 2025-ൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് വരുമാനത്തിന് വേണ്ടി മാത്രമല്ല ആരോഗ്യത്തിന് വേണ്ടി കൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള വർഷമാണ് 2025. ശുക്രനെ കൊണ്ടെന്ന് പറഞ്ഞാൽ ആഡംബര വസ്തുക്കളുടെ ലാഭമാണ് കൂടുതലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, വാഹനവും വീടുമൊക്കെ. അപ്പോൾ ഇതാണ് ഇടവക്കൂറിൻ്റെ ഫലം, അല്ലെങ്കിൽ കാർത്തിക, രോഹിണി, മകര നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ ഇടയുള്ള ഫലങ്ങൾ. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് കുംഭക്കൂറിൻ്റെ ഫലമാണ്. അപ്പോൾ കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം, ചതയം, പൂരുരുട്ടാതി അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴരശനിയാണ് അവർക്ക്. പക്ഷേ ഈ കുംഭക്കൂറിൻ്റെ നാഥൻ, അല്ലെങ്കിൽ കുംഭൻ രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ശനി ആയതുകൊണ്ട് ഈ ഏഴരശനിയുടെ തടസ്സങ്ങളുമൊക്കെ കുറേശ്ശെ ഉണ്ടാകുമെങ്കിലും വളരെ മാരകമായ ദോഷമൊന്നും ശനി അവർക്ക് വരുത്തുകയില്ല. അവരുടെ 2-ാം ഭാവത്തിൽ അല്ലെങ്കിൽ ധനഭാവത്തിലാണ് ഈ ശനി ശുക്രയോഗം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ ശനി ശുക്രയോഗം അവരെ സംബന്ധിച്ചിടത്തോളം കടങ്ങൾ വീട്ടാനുള്ള വലിയൊരു അവസരമാണ് കൊടുക്കുന്നത്.
ആകസ്മികമായ ധനനേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിന് 2-3 കാര്യമുണ്ട്. ഒന്ന്, ശനി ശുക്ര യോഗം 2-ാം ഭാവത്തിൽ വരുന്നു. 2, ധനഭാവത്തിൽ നിൽക്കുന്ന രാഹു ഈ ലോട്ടറി, ഭാഗ്യ നറുക്കെടുപ്പ് തുടങ്ങിയവയിൽ നിന്നും പെട്ടെന്ന് ധനലാഭം കൊടുക്കുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. കൂടാതെ ശനി ശുക്ര യോഗം ധനഭാവത്തിൽ വരുന്നതുകൊണ്ട് ബിസിനസ്സിലും ജോലിയിലുമൊക്കെ സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ഒരു യോഗവും അവർക്ക് ഉണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരു പുനർചിന്തനം, അതായത് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ഒന്ന് ക്രമീകരിച്ച് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ശനിയും ശുക്രനും 11-ൽ വരുന്ന ഒരു കാലഘട്ടം. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം സംസാരത്തിൽ, വാക്കിൽ ശുക്രൻ 2-ൽ സഞ്ചരിക്കുമ്പോൾ അത് ഉച്ചത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനോട് ഇടപെടാനും നമ്മുടെ വ്യാപാരം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുന്ന കാലഘട്ടമാണ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളൊക്കെ മാറി ബന്ധുക്കളൊക്കെ നമ്മളുമായിട്ട് ഇണങ്ങിച്ചേരുന്ന ഒരു അവസരമാണ്. പുതിയ സൗഹൃദങ്ങളുണ്ടാകും. പഴയ കൂട്ടുകാരെ കണ്ടെത്താനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കുന്നതാണ്. നേരത്തെ ചെയ്ത് പരാജയപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും. അത് സാമൂഹ്യ പ്രവർത്തനമാകാം, രാഷ്ട്രീയമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യാപാരമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമാകാം, അല്ലെങ്കിൽ സമുദായ പ്രവർത്തനങ്ങളോ ഒക്കെ ആകാം. അന്ന് പരാജയപ്പെട്ടു, അന്ന് മനസ്സിന് കുറേ വിഷമങ്ങളുണ്ടായി. അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാലവും കൂടിയാണ് ഈ ശനിയും ശുക്രനും 2-ാം ഭാവത്തിൽ വരുന്ന ഒരു സമയം. അതുപോലെ തന്നെ അന്യദേശവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നവർക്ക് സുരക്ഷിതമായിട്ട് വന്ന് സെറ്റിൽ ചെയ്യാനുള്ളൊരു അവസ്ഥയും ആണ് 2-ാം ഭാവത്തിൽ ശനിയും ശുക്രനും സഞ്ചരിക്കുന്ന സമയം. അപ്പോൾ അങ്ങനെ ഈ അവിട്ടത്തിൻ്റെ 2-ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ 1/4 ഭാഗം, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമാണ്. കടങ്ങൾ വീട്ടാൻ സാധിക്കുന്ന ഒരു കാലവുമാണ് ശനിയും ശുക്രനും 2-ൽ സഞ്ചരിക്കുന്ന കാലം. അപ്പോൾ 7.5 ശനിയുടെ ദോഷങ്ങൾ മാറാനുള്ള വഴിപാടുകൾ ചെയ്താൽ അവർക്ക് ശനിയുടെ അനുഗ്രഹവും ശുക്രൻ്റെ അനുഗ്രഹവും ഒന്നിച്ച് ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അപ്പോൾ ഈ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലമാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങളാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളിൽ ജനിച്ചവർ, തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർ, ഇത്രയും ആൾക്കാർ മകരക്കൂറിലാണ് ഉൾപ്പെടുന്നത്. എങ്കിലും നമുക്ക് അവിട്ടം പൂർണ്ണമായിട്ടും പറയാം. കാരണം അവിട്ടത്തിൻ്റെ 2-ാം പകുതി ജനിച്ചവർക്കും ഗുണകരമായ ഫലമാണ് ശനി ശുക്രയോഗം കൊണ്ട് ഉണ്ടാകുന്നത്. ഉത്രാട, തിരുവോണം, അവിട്ടം നക്ഷത്രം അവരെ സംബന്ധിച്ചിടത്തോളം 3-ലാണ് ഈ ശനി ശുക്രയോഗം രൂപം കൊള്ളുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ വരാനിടയുള്ളൊരു കാലഘട്ടമാണ്. നമുക്ക് ഫലദീപികയിലെ ശ്ലോകം നോക്കിയാൽ ശുക്രൻ 3-ൽ സഞ്ചരിക്കുന്ന കാലം വളരെ ഗുണകരമായ കുറേ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ശുക്രൻ 3-ൽ സഞ്ചരിക്കുമ്പോൾ വിഭൂതിയാണ്. അഖില വിഷയഭോഗം വിത്തസിദ്ധിം വിഭൂതിം എന്നാണ് ആ ശ്ലോകം പറയുന്നത്. അതനുസരിച്ച് വിഭൂതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. വീട്ടിൽ ഐശ്വര്യം, ജോലിയിൽ ഐശ്വര്യം, വ്യാപാരത്തിൽ ഐശ്വര്യം, നമ്മൾ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഐശ്വര്യം, രാഷ്ട്രീയ കാര്യങ്ങളിൽ ഐശ്വര്യം, ഇങ്ങനെ ഐശ്വര്യം തൊടുന്നിടത്തൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് 3-ൽ ശുക്രൻ സഞ്ചരിക്കുന്ന കാലം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. അവർക്ക് 7.5 ശനി മാറുകയാണ്. ശനി മീനത്തിലേക്ക് മാറുമ്പം 7.5 ശനിയുടെ ദോഷത്തിൽ നിന്ന് മാറുകയാണ് മകരൻ രാശിക്കാർ. പിന്നെ മറ്റൊരു തരത്തിൽ ശനി എന്ന് പറയുന്നത് മകരൻ രാശിക്കാരുടെ അല്ലെ മകരക്കൂറുകാരുടെ രാശിനാഥനാണ്. അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ശനി പോകുന്നത് ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് സ്ഥാനം കൊണ്ട് മകരക്കൂറിൻ്റെ 3-ാം ഭാവത്തിലാണ് ശനി വരുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഗുണഫലവും ലഭിക്കും. അപ്പം 2 തരത്തിൽ ശുക്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ഐശ്വര്യവും ശനി 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ഗുണഫലങ്ങളും. ശനി 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സൗഖ്യം ആണ് ഫലം. അതായത് സ്ഥാനപ്രത്യാർത്ഥലാഭം, സ്ഥാനമാനങ്ങൾ, ഭൃത്യന്മാർ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ സേവകരായിട്ടുള്ള കുറേ ആൾക്കാർ. അർത്ഥലാഭം എന്ന് പറഞ്ഞാൽ ധനലാഭം.
ഇതാണ് ശനിയുടെയും ശുക്രൻ്റെയും പ്രത്യേക ഫലങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പം കിട്ടുന്നത്. ഇനി അവരുടെ യോഗം കൂടെ വന്നാലോ? ശനിക്കും ശുക്രനും 3-ാം ഭാവം ഗുണകരമായതുകൊണ്ട് അവ യോഗം ചെയ്യുമ്പോഴും ആ ഫലങ്ങൾ ഇവർക്ക് കിട്ടും. സാമ്പത്തികമായ വലിയ നേട്ടമുണ്ടാകാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതുപോലെ തന്നെ ധൈര്യം വർദ്ധിക്കുന്ന കാലമാണ്. അവർക്ക് ധൈര്യം വളരെയേറെ വർദ്ധിക്കും. ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു. പല പല സാഹസിക കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ ഉത്സാഹത്തോടെയും ഉന്മേഷത്തോടെയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്രതീക്ഷിതമായിട്ട് ധനലാഭം ഉണ്ടാകും. ജോലിയിൽ ഉന്നത പദവികൾ കിട്ടാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ആരോഗ്യം തൃപ്തികരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ എല്ലാ രീതിയിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നാൽ ഈ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, കാലം കടന്നു പോകും. അപ്പോൾ ഈ സമയത്ത് അനുകൂലമായ മറ്റൊരു ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് മകരക്കൂറുകാർക്ക് 3-ലാണ് രാഹു സഞ്ചരിക്കുന്നത്. രാഹു 3-ൽ നിൽക്കുമ്പം ധൈര്യവും അതുപോലെ തന്നെ മുന്നോട്ടിറങ്ങി പല പ്രവൃത്തികളും ചെയ്യാനുള്ള ഒരു കഴിവും നമുക്ക് കിട്ടും. അപ്പോൾ ആ കഴിവും ആ സാമർഥ്യവും അനുകൂലമായ സാഹചര്യവും ഐശ്വര്യം ഉള്ള ഗ്രഹാവസ്ഥയും കൂടെ ഒന്നിച്ച് ഉപയോഗിച്ചാൽ ജീവിതത്തിൽ നല്ലൊരു നേട്ടം ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ കുടുംബാംഗങ്ങളോടൊത്തും പങ്കാളിയോടൊത്തുമൊക്കെ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും. അതായത് ജീവിത പങ്കാളിയോടൊത്തും കുടുംബ അംഗങ്ങളോടൊത്തുമൊക്കെ നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കും. പ്രണയബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാകും. ശത്രുക്കളുടെ മേൽ വിജയം നേടാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ ഈ ശുക്രൻ്റെ സ്ഥാനം വെച്ച് പ്രത്യേകം പറയുമ്പം ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രൻ 3-ൽ വരുന്നത് കൊണ്ട് പിണങ്ങിയവരെല്ലാം അടുത്ത് വരും. നേരത്തെ നമ്മളുമായിട്ട് വെല്ലുവിളിച്ച് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ പരാജയപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. അകന്നുപോയ ബന്ധുക്കൾ അടുത്ത് വരും. അകന്നുപോയ സുഹൃത്തുക്കൾ നമ്മുടെ സഹായം തേടി തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. പൊതുവേ മാറി നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സഹായികളായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സഹായം തേടിയോ നമ്മളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരും. ഒറ്റപ്പെടൽ അനുഭവിച്ചിരിക്കുന്നവർക്ക് അതിന് അറുതി ഉണ്ടാകുന്നതാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ വിഷമങ്ങളൊക്കെ മാറിയിട്ട് നല്ല നല്ല സുഹൃത്തുക്കളെയും പങ്കാളിയെയും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. ന്യായമായ എല്ലാ ആവശ്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് വളരെയേറെ സ്വാധീനമുണ്ടാകും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതായത് നേരത്തെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിലും നടക്കാതെ പോയ കാര്യങ്ങൾ, അതൊക്കെ ഈ സമയത്ത് ചെയ്ത് വിജയിപ്പിക്കാനായിട്ട് സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, അതായത് സാങ്കേതിക എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, സാങ്കേതിക രംഗത്തെ അധ്യാപകർക്ക്, ആ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, ഇവർക്കെല്ലാം ഗുണകരമാണ് ഈ കാലം. അതുപോലെ തന്നെ ഈ മെഷീനറികളും യന്ത്രോപകരണങ്ങളും ലാബ് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്നവർക്ക് വ്യാപാരത്തിലും ലാഭം ഉണ്ടാകാൻ ഇടയുണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാരുമായിട്ടും പുരുഷന്മാർക്ക് സ്ത്രീകളുമായിട്ടും മാന്യമായ രീതിയിലുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്, അത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാകും. മാന്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. കടക്കണിയിൽ നിന്നും പുറത്തു വരാനുള്ള ഒരവസരമാണ് ഇത്. സഹോദരി സഹോദരന്മാരുടെ ക്ഷേമത്തിനായിട്ട് പല പല നടപടികളും സ്വീകരിക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരല്പം ബുദ്ധിമുട്ട് പിടിച്ച കാലഘട്ടമാണെങ്കിൽ അവരെ സഹായിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഏറ്റവും പ്രത്യേകത എന്താണ്? സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും ധൈര്യപൂർവ്വം അത് പ്രയോഗിക്കാനും അതിൽ നിന്ന് ധനലാഭവും സാമൂഹ്യപരമായ ഉന്നതിയും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ശനി ശുക്ര യോഗം വരുന്ന കാലഘട്ടം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രഹാവസ്ഥ നമ്മൾ പരിഗണിക്കണം. അതായത് ശനിയും ശുക്രനും ഒന്നിക്കുന്നു. ശുക്രൻ ഉച്ചത്തിലാണ്. ശനി സുഹൃത്തിൻ്റെ രാശിയിലാണ്, വ്യാഴത്തിൻ്റെ സമനായ വ്യാഴത്തിൻ്റെ രാശിയിലാണ്. രാഹു അവിടെയുണ്ട്. രാഹു ധൈര്യം തരികയും ചെയ്യും. വിഷം ഇറക്കും എന്നുള്ളത് മറ്റൊരു വശമാണ്. എങ്കിലും 3-ൽ നിൽക്കുന്ന രാഹു കുറേ ധനഭാഗ്യവും ഐശ്വര്യവും തരുന്ന, അല്ലെ ധൈര്യമൊക്കെ തരുന്ന ഒരു ഗ്രഹാവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒത്തുവരുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഗുണകരമായിട്ട് വരുന്നത്. ശനി 3-ലും ശുക്രൻ 3-ലും രാഹു 3-ലും വരുന്നത് കൊണ്ട് ഉള്ള ഗുണങ്ങൾ. ബുധൻ നീചത്തിലായതുകൊണ്ടുള്ള ചില
പ്രത്യേകതകൾ ഉണ്ടാകും. ഒരല്പം ബുദ്ധിമുട്ടൊക്കെ അതുകൊണ്ട് ഉണ്ടാകും. ചിന്താക്കുഴപ്പമൊക്കെ ചെറിയ തോതിലൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും നമ്മൾ മനസ്സുറപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും 2-3 തവണ ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഒരു നഷ്ടവും ഇല്ലാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബിസിനസ് പൊക്കിയെടുക്കാനും ജീവിതത്തിന് നല്ലൊരു അടിത്തറവാകാനും കടബാധ്യതകൾ നന്നായിട്ട് കുറയ്ക്കാനും സമൂഹത്തിൽ നിലയും വിലയുമുള്ളൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ 3 കൂറുകളിൽപ്പെട്ട ആളുകളും, ഇടവക്കൂറിലും കുംഭക്കൂറിലും മകരക്കൂറിലും പെട്ട ഈ നക്ഷത്രക്കാർ ശനി ശുക്ര യോഗത്തിൻ്റെ ഈ അവസ്ഥ മാർച്ച് 29 മുതൽ അങ്ങോട്ടുള്ള ഏതാനും മാസങ്ങൾ നല്ല രീതിയിൽ മനസ്സുറപ്പിച്ച് പ്രവർത്തിച്ചാൽ ഈ ശനി ശുക്ര യോഗത്തിൻ്റെ ഗുണഫലങ്ങൾ അവർക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ കടബാധ്യത പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. സമൂഹത്തിൽ നമുക്ക് ഒരു നിലയും വിലയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടമാണ്. അതിൽ ശ്രദ്ധിക്കുക. മാന്യമായ രീതിയിൽ ആളുകളുമായിട്ട് ഇടപഴകുക. പിന്നെ മറ്റൊന്ന്, പ്രണയിക്കുന്നവർക്ക് ഈ സാഹചര്യം പൊതുവെ അനുകൂലമാണ്. ഈ ശനി ശുക്ര യോഗത്തിൻ്റെ കാലഘട്ടം ഈ 3 കൂറുകളിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആ അവസരങ്ങൾ അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുക. ബന്ധുക്കളുടെയൊക്കെ ഒരു അനുമതി നേടാനൊക്കെ സാധിക്കുമെങ്കിൽ നല്ലതാണ്. വിവാഹത്തിലേക്ക് വരെ എത്തിച്ചേരാം. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആ രീതിയിൽ ഉള്ളവർ. അപ്പം ഇനിയും കൂടുതൽ അത് വിശദീകരിക്കുന്നില്ല. കുറേയേറെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ പോലും തീരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പൊതുവായ ഫലങ്ങൾ പറഞ്ഞാൽ ഈ 3 കൂറുകളിലും പെട്ടവർ ഈ ഒരു അവസരം നല്ല രീതിയിൽ ജീവിതത്തിൽ വിനിയോഗിക്കുക. പിന്നെ അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ശനി ദോഷത്തിന് ഉള്ള പരിഹാരം, അല്ലെങ്കിൽ ശനിയുടെ ആനുകൂല്യങ്ങൾ കൂടുതലായിട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ശരി. കാരണം 11-ൽ നിൽക്കുന്ന ശനിയും ഗുണകരമാണ്, 3-ൽ നിൽക്കുന്ന ശനിയും ഗുണകരമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ ദോഷം മാറ്റുകയും അവരുടെ രാശിനാഥനായ ശനിയുടെ അനുഗ്രഹം കിട്ടുകയും വേണം. അതിനു വേണ്ടിയിട്ട് അവർ ശാസ്താവിനും ശനിദേവന്, നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിദേവനും വഴിപാടുകൾ ചെയ്യുക. 2 സ്ഥലത്തും ശാസ്താവിൻ്റെ മുന്നിലും ശനിദേവൻ്റെ മുന്നിലും എള്ളുതിരി തെളിയിക്കുന്നത് ഈ സമയത്ത് വളരെ പ്രധാനമാണ്. അപ്പം നമുക്കൊരു ബുദ്ധി തെളിയാൻ അത് ഉപകാരപ്പെടും. എള്ളുതിരി തെളിയിച്ചിട്ട് അവിടെ നിന്ന് ഒരു 18 തവണ ശനീശ്വര സ്തോത്രം ജപിച്ചിട്ട് പോവുകയാണെങ്കിൽ 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, എള്ളുതിരി കത്തുമ്പോഴുണ്ടാകുന്ന ആ ഒരു ധൂമം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പുക, അപ്പോൾ അത് ശ്വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അംശത്തെ ഉത്തേജിപ്പിക്കും. ഇരുമ്പ് എന്ന് പറയുമ്പോൾ രക്തത്തിൻ്റെ ഘടകമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ധൈര്യവും വീര്യവും കിട്ടാൻ ശാസ്ത്രീയമായിട്ട് തന്നെ അത് ഉപകാരപ്പെടുന്നതാണ്. മറ്റൊന്ന്, ഈ ശനിയെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളൊരു ഗ്രഹമാണ്. ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ ശാസ്താവിനെ സംബന്ധിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നതും ഒരുപാട് എല്ലാ ശാസ്ത്രങ്ങളുടെയും നാഥനാണ്. അതുകൊണ്ട് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമുക്ക് ഒരു വഴി തുറന്ന് കിട്ടാനായിട്ട് ശാസ്താവിനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ആ ഒരു അവസരം ഉണ്ടാവും. എത്ര പ്രതിസന്ധി വന്നാലും, എവിടെ മുടങ്ങി നിന്നാലും ശാസ്താവിൻ്റെ ഒരു നാമമോ സ്തോത്രമോ ജപിക്കുക, പെട്ടെന്ന് തന്നെ ഒരു വഴി തെളിഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ടാണ് ശാസ്താവിനും ശനിക്കും കൂടെ ഒരേ ദിവസം ചെയ്യാനായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ കുടുംബദേവതയ്ക്ക് വഴിപാട് ചെയ്യുക. മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം പോയി വെളുത്ത പൂക്കൾ കൊണ്ട് ഒരർച്ചന സമർപ്പിക്കുക. വെളുത്ത ഒരു പട്ടും ദക്ഷിണയായിട്ട് ഒരു പിടി നാണയവും കൂടെ സമർപ്പിച്ചാൽ ഏറ്റവും ഗുണകരമാണ്. ഈ അവസരത്തിൽ കടബാധ്യതകൾ പരിഹരിക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അത് തീർച്ചയായിട്ടും ഈ സമയത്ത് കിട്ടുന്നതുമാണ്. അതുപോലെ വ്യാപാരത്തിൽ ഗുണം കിട്ടാനും ഇത് വളരെയേറെ സഹായകരമാണ് ഈ ഒരു സന്ദർഭം. അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.